അടിച്ചു പരത്തി നിലം പരിശാക്കുക എന്ന് കേട്ടിട്ടില്ലേ? പാർട്ടിക്ക് പുറത്തായാലും അകത്തായാലും ഇനി ജയിലറക്കുള്ളിലായാലും ശരി, തനിക്ക് പറയാനുള്ള നെഞ്ചും തിരിച്ചു പറഞ്ഞിട്ടേ പോകൂ എന്നാണ് രാഹുൽ മാങ്കൂട്ടം. അതിനി ഏത് കൊടിവെച്ച കാറിൽ വരുന്ന വലിയ തമ്പുരാനായാലും ശരി എന്ന രൂപത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസ്ഥാനത്തെ മുന്നോട്ട് വെച്ചുകൊണ്ട് രാഹുൽ ഓരോ വാക്കും പറയുന്നത്. രാഹുൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ മിനിറ്റുകൾക്കുള്ളിൽ 10,000 അത് കാണുന്നുണ്ട്, ലൈക്ക് അടിക്കുന്നുണ്ട്, അതിന്റെ പകുതിയോളം പേർ തന്നെ അത് ഷെയർ ചെയ്തു പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ ജനപിന്തുണ? അതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൊടുക്കുന്ന മൂർച്ച എന്നുള്ളതാണ്. ഇന്നത്തെ അടി വീണത് വീണ ജോർജിനും അവരെ താങ്ങി നടക്കുന്ന ഡിവൈഎഫ്ഐക്കാർക്കും ആണ്. അവർക്ക് കൃത്യമായി കൊള്ളുകയാണ്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്ന് വീണ ജോർജ് വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു. ഞാൻ ഇവിടെ തന്നെയുണ്ട്, എങ്ങും പോകുന്നില്ല. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുമ്പോൾ എന്നെ വിളിക്കണ്ടേ, അപ്പോൾ ഞാൻ പറന്നെത്തിക്കോളാം എന്നും അവർ പറഞ്ഞു. കൂടാതെ അവർ പറഞ്ഞത്, എനിക്ക് പോലീസുകാരെ വേണ്ട, എന്നെ നോക്കാൻ എൻ്റെ പിള്ളേരുണ്ട് എന്ന്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? പിണറായി വിജയന്റെ കീഴിലുള്ള കാക്കിപ്പടയെ ഈ മന്ത്രിക്ക് പോലും വിശ്വാസമില്ല എന്നതല്ലേ അത്? അതുകൊണ്ടാണല്ലോ പോലീസിന് വേണ്ട എന്നും CPM ഗുണ്ടകളെ മതി എന്നും ഇവർ പരസ്യമായി പറയുന്നത്. ഈ ഗുണ്ടകൾക്കാണോ സമരത്തിന്റെ ധാർമ്മികതയെക്കുറിച്ച് ട്യൂഷൻ എടുക്കാൻ അവകാശം? ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് അടിച്ച് തകർത്ത് അവിടെ വാഴ വെച്ചവർ, മട്ടന്നൂരിൽ ബസ് കത്തിച്ച് 4 നിരപരാധികളെ ചുട്ടുകൊന്നവർ, MV രാഘവനോടുള്ള വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ പറശ്ശിനിക്കടവിലെ പാവം പാമ്പുകളെ പോലും ചുട്ടുകൊന്നവർ, വിക്ടോറിയ കോളേജ് പ്രിൻസിപ്പലിനെ ജീവനോടെ ശവകുടീരം ഒരുക്കിയവർ, മഹാരാജാസ് കോളേജ് പ്രിൻസിപ്പലിന്റെ കസേര കത്തിച്ചവർ, എല്ലാത്തിനും ഉപരി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ കാർ ആക്രമിച്ച് അദ്ദേഹത്തെ കല്ലെറിഞ്ഞ് മുറിവേൽപ്പിച്ചവർ, ഇവരാണോ ഇന്ന് യൂത്ത് കോൺഗ്രസിന് ധാർമ്മികത പഠിപ്പിക്കുന്നത്? ഈ ചോദ്യം മാങ്കൂട്ടത്തിൻ്റെതാണ്. അങ്ങനെ വിരട്ടിയാലൊന്നും പേടിക്കാൻ, ഇത് വിജയൻ ഫാൻസ് അസോസിയേഷൻ അല്ല, ഇത് യൂത്ത് കോൺഗ്രസ് ആണ് എന്നാണ് മാങ്കൂട്ടം ഫേസ്ബുക്ക് പോസ്റ്റിൽ ഓർമ്മിപ്പിക്കുന്നത്. ആശുപത്രിയിൽ രോഗികൾക്ക് കൂട്ടിരിക്കാൻ വന്ന ആൾ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ചപ്പോഴും, ചികിത്സാ പിഴവ് കൊണ്ട് നിരന്തരമായി ആളുകൾ മരിച്ചപ്പോഴും, കൈ ഒടിഞ്ഞു വന്ന കുഞ്ഞിന്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നപ്പോഴും, വയറ്റിൽ കത്രിക വെച്ച് മറന്ന് തുന്നിയിട്ടപ്പോഴും ഒന്നും പൊള്ളാത്തവരുണ്ട് ഈ നാട്ടിൽ. അവർക്കിപ്പോൾ പൊള്ളുന്നത് വിജയനിസം തലക്ക് പിടിച്ചത് കൊണ്ട് മാത്രമാണ്. ആരോഗ്യമന്ത്രിയുടെ വീടിന് മുന്നിലെ റീത്ത് കാണുമ്പോൾ ധാർമ്മിക രോക്ഷം കൊള്ളുന്ന സാംസ്കാരിക അടിമകളോട് ഒന്നേ പറയാനുള്ളൂ: മന്ത്രിയുടെ പിടിപ്പുകേട് കൊണ്ട് കൊല്ലപ്പെട്ട 100 കണക്കിന് മനുഷ്യരുടെ നെഞ്ചിൽ വെച്ച റീത്ത് കാണാൻ പറ്റാത്തതാണ് നിങ്ങളുടെ രാഷ്ട്രീയ തിമിരം. ആ തിമിരം മാറ്റാൻ AKG സെന്ററിൽ നിന്ന് കിട്ടുന്ന ക്യാപ്സൂൾ മരുന്നുകൾ ഒന്നിനും തികയില്ല. ഇതിന്റെ പേരിൽ യൂത്ത് കോൺഗ്രസിനെ കൈകാര്യം ചെയ്യുമെന്നോ പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗയാത്രയെ തടയുമെന്നോ ഒക്കെ കേട്ട് ഇവിടെ ആരും പേടിച്ചിട്ടില്ല. അക്കാര്യം അങ്ങ് AKG സെന്ററിൽ പോയി പറഞ്ഞേക്ക്. പേടിച്ചില്ല എന്ന് പറഞ്ഞേക്ക് എന്നതാണ് മാങ്കൂട്ടത്തിന്റെ പോസ്റ്റ്.